രാജ്യങ്ങൾ മാറി, രാജാക്കന്മാർ മാറി, യുദ്ധങ്ങൾ മാറി, നിയമങ്ങൾ മാറി. പക്ഷേ മനുഷ്യൻ അവൻ ഇന്നും മാറിയിട്ടില്ല. ഇന്നും അവൻ സ്നേഹത്തെ അളക്കുന്നത് ശരീരം കൊണ്ടാണ്, സ്ത്രീയെ അളക്കുന്നത് അനുസരണം കൊണ്ടാണ്, പുരുഷനെ അളക്കുന്നത് ശക്തി കൊണ്ടാണ്, സ്വാതന്ത്ര്യത്തെ അളക്കുന്നത് ഭയം കൊണ്ടാണ്. പക്ഷേ ചില കണ്ണാടികൾ ഇപ്പോഴും കള്ളം പറയില്ല. സത്യം മാത്രം വിളിച്ചു പറയുന്ന ഛായാമുഖി.
കണ്ണുകൾ കൊണ്ട് എന്നെ തന്നെ നോക്കി നിന്നത്? കാരണം ഞാൻ നിന്റെ കണ്ണുകളിൽ കാണുന്നത് ഒരു ദീർഘയാത്രക്കാരന്റെ ക്ഷീണമാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്വന്തം മനസ്സിനോട് തോറ്റുപോയ ഒരു യോദ്ധാവിന്റെ ക്ഷീണം. നിന്റെ ശബ്ദവും സംഭാഷണ ശൈലിയും എനിക്ക് വിചിത്രമായി തോന്നുന്നു. സ്ത്രീകൾ ഭയം കൂടാതെ ഉള്ളിലെ സത്യം തുറന്നു പറയുമ്പോൾ നിങ്ങൾ പുരുഷന്മാർക്ക് അതെന്നും വിചിത്രമാണ്. ഈ രാത്രി നടക്കുകയാണ്. നിനക്ക് ഇവിടെ തന്നെ വിശ്രമിക്കാം. എന്നാൽ ഒന്നോർക്കുക, ഈ വനത്തിൽ വഴിതെറ്റിയാൽ പുറത്തു കടക്കുക എളുപ്പമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ വഴിതെറ്റിയാൽ പുറത്തു കടക്കുക അസാധ്യമാണ്. എങ്കിൽ എന്റെ ഭാഷയിൽ നീ ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്നെ ഇതിനു മുൻപ് അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. എന്താണ് നിന്റെ പേര്? ഇടുമ്പി. ഞാൻ ഭീമൻ. ഭീമ, ഇന്നു മുതൽ ഈ കാട്ടിൽ നിന്റെ പേര് എന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ്. ഇടുമ്പി, ഈ വനങ്ങൾ സാക്ഷി, ഈ കണ്ണുകൾ സാക്ഷി. നിന്നെ ഞാൻ ശരിക്കും പ്രണയിക്കുന്നു. എന്നെ വിശ്വസിച്ചാൽ പ്രണയമോ? അതോ നിന്റെ രാജ്യവ്യാപാരങ്ങൾക്കിടയിലെ ദീർഘയാത്രയിൽ താൽക്കാലികമായി ഓർത്തു വെക്കാൻ പോകുന്ന വന്യമായ ഒരു ഓർമ്മ ചിത്രമോ? നീ ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ മനസ്സിലെ സത്യത്തെ നീ ഇപ്പോഴും അവിശ്വസിക്കുന്നു. അല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശാപവും ദുരന്തവും. ഭീമ, നീ എന്നെ നോക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഞാനില്ല. എന്താണ് നീ പറയുന്നത്? ഒരു സ്ത്രീക്ക് പുരുഷന്റെ കണ്ണുകൾ വായിച്ചെടുക്കാം. നിന്റെ നോട്ടം എന്നിലൂടെ മറ്റെവിടേക്കോ ആണ് പോകുന്നത്. ഇടുമ്പി, ഇല്ല, കള്ളം പറയരുത്. വല്ലതും കേട്ടാൽ ഞാൻ നിങ്ങളോട് കൊട്ടാരത്തെ ക്ഷണിച്ചവളല്ല. ഈ വനമാണ് എന്റെ ഗുരു. അതെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണുകൾ കള്ളം പറയരുത്. ഈ കാട്ടിൽ ഒരു കണ്ണാടിയുണ്ട്. മുഖം കാണിക്കുന്നതല്ല, മനസ്സ് കാണിക്കുന്ന കണ്ണാടി. ഛായാബുദ്ധി.
ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും എന്നെ വെറുതെ വിടും. എത്ര കാലമായി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുന്നു. ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. നിന്റെ പേര് ഞങ്ങൾ തന്നു, നിന്റെ വസ്ത്രം ഞങ്ങൾ തിരഞ്ഞെടുത്തു, നിന്റെ ശബ്ദം ഞങ്ങൾ പഠിച്ചു, നിന്റെ ശബ്ദം ഞങ്ങൾ മാറ്റി. ഇനി നിന്റെ ജീവിതവും ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. വാദങ്ങൾ കേൾക്കാതിരിക്കാൻ ഈ സമൂഹത്തിന് വേണ്ടി കരുത്തുള്ള പുരുഷനായി ഈ വസ്ത്രങ്ങൾ അണിയുന്നു. ഈ വസ്ത്രങ്ങൾ അണിയുമ്പോ എനിക്ക് ശ്വാസം മുട്ടുകയാണ്. എന്നെ നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണോ? ഇല്ല, നീ ഇങ്ങനെ തോന്നലാണ്. ഞാൻ വേറെ ആരുമല്ല ആദി. ഈ കനത്ത പുരുഷവേഷത്തിനുള്ളിൽ നീ ദിവസവും ശ്വാസമടക്കി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ യഥാർത്ഥ സ്വത്വമാണ് ഞാൻ. നിന്റെ ഉള്ളിലെ പച്ചയായ മനുഷ്യൻ. ഞാൻ മറന്നതല്ലേ പുരുഷനെ പോലെ നടക്കാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ഇനിയും എന്താണ് നിനക്ക് വേണ്ടത്? നീ അഭിനയിക്കാൻ പഠിച്ചു, ജീവിക്കാൻ പഠിച്ചില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോ ഇവിടെ സാരി എടുത്ത് നാടിക്കുഞ്ഞ നിൽക്കുമായിരുന്നു. എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ എല്ലാവരും കളിയാക്കി. മുതൽ എനിക്ക് കണ്ണാടിയെ പേടിയാണ്. കളിക്കളത്തിൽ ആരും എന്നെ കൂട്ടിയില്ല. നടക്കാൻ പോലും ആരും വന്നിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എല്ലായ്പ്പോഴും അപ്പോൾ എന്നെ എന്തിനാണ് ഇപ്പോഴും ഒളിപ്പിക്കുന്നത്? എനിക്ക് പേടിയാണ്. ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും ഈ സമൂഹത്തെയും ഏറെ സ്നേഹിക്കുന്നു. അപ്പോൾ നിന്നെ ആരാണ് സ്നേഹിക്കുന്നത് ആദി? എനിക്ക് ആണാകാനോ പെണ്ണാകാനോ ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് ഞാനായ മതിയായിരുന്നു. ആരും എന്നെ കേട്ടില്ല. എല്ലാവരും
ഈ ശരീരം അത് മാത്രമാണ് കണ്ടത്. എന്റെ ആത്മാവിനെ ആരും കണ്ടില്ല. ഒരു രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഒറ്റ ചോദ്യം ഇത് മാത്രമാണ്. നാളെ പുലർച്ചെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോ എനിക്ക് എന്നെ വെറുക്കാതിരിക്കാൻ കഴിയുമോ? അത് മാത്രമാണ് എന്റെ സ്വപ്നം. ഒരു പ്രഭാതം സാധാരണ മനുഷ്യനെ പോലെ എനിക്ക് എന്നെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയണം. ഈ വിഷയം ഇനി ഇവിടെ ചർച്ചയാക്കണ്ട. ഇത് വിഷയമല്ല, ഇത് ഞാനാണ്. എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ എങ്ങനെ മനുഷ്യനെ കാണുന്നില്ല. എത്ര കാലം ഇങ്ങനെ മിണ്ടാതിരിക്കണം? ചത്തും മണ്ണടിയുന്നത് വരെയോ? ഞാനാണോ നാണക്കേട്? എന്റെ ഈ ജീവിതവും ഒരു പുരുഷനായി പിറന്നവൻ പുരുഷനായി തന്നെ ജീവിക്കണം. അതാരാണ് തീരുമാനിക്കുന്നത്? അതാണ് പ്രകൃതി നിയമം. പ്രകൃതി നിയമം. ഈ സമൂഹം ഇവരാണ് തീരുമാനിക്കുന്നത്. നീ എന്നോട് തർക്കിക്കുകയാണോ? ഇല്ല, ആദ്യമായി ഞാൻ എന്നെ കുറിച്ച് പറയുകയാണ്. നീ എന്റെ മകനാണ്. ഞാൻ നിങ്ങളുടെ സ്വത്തല്ല. നിങ്ങളൊക്കെ പോലാകാൻ ഏറെ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ നടക്കാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എന്ത് സാധിക്കുന്നില്ലെന്നാണ് നീ പറയുന്നത്? ഒരാളിനെ പോലെ ജീവിക്കാൻ കഷ്ടം. ആണിനെ പോലെ അഭിനയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. ഞാനൊരു സ്ത്രീയാണ് അച്ഛാ. കുട്ടിക്കളിയായല്ലേ കണ്ടു. ഇത്രയും വലിയൊരു ചതി നീ ഞങ്ങളോട് ചെയ്തല്ലോടാ. അമ്മേ
അത് കുട്ടികളി ആയിരുന്നില്ല. അമ്മയുടെ സാരി എടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോ അപ്പൊ മാത്രമാ ഞാനൊരു മനുഷ്യനായിരുന്നത്. അല്ലാത്തപ്പോ ഞാൻ ഒരു ശാപമായിരുന്നു അമ്മേ. എന്തിനാണ് നീ ജീവനോടെ ഞങ്ങളെ കൊല്ലുന്നത്? ഇതിനു വേണ്ടി ഞങ്ങൾ എന്ത് പേടിച്ചു നിന്നോട്? ഞാനൊരു തെറ്റല്ല. എന്നെ ദൈവം സൃഷ്ടിച്ചതും തെറ്റായിട്ടല്ല. പക്ഷെ മനുഷ്യത്വമില്ലാത്ത, സ്നേഹമില്ലാത്ത ഈ സമൂഹത്തിൽ ജനിച്ചു. അത് മാത്രമാണ് എന്റെ തെറ്റ്. നാളെ മുതൽ നീ പുറത്തൊന്നും ഇറങ്ങണ്ട. ഇപ്പൊ തന്നെ നാട്ടുകാർ അതിലൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാളെ തന്നെ നല്ലൊരു ഡോക്ടറെ കാണണം. ഈ ഭ്രാന്ത് മാറ്റണം. ഈ നാട്ടുകാരുടെ വാക്കുകേട്ടാണോ എന്റെ ഉള്ളിലുള്ള മനുഷ്യനെ ഇന്ന് നിത്യവും കൊല്ലുന്നത്? ഈ സമൂഹത്തിൽ മാനവും മര്യാദ നഷ്ടപ്പെട്ട ആർക്കും ജീവിക്കാനാവില്ല. അഭിമാനം, അതാണ് കുടുംബത്തിന്റെ അടിത്തറ. മിഥ്യയായ അഭിമാനം, അതിന്റെ പേരിലാണോ സ്വന്തം മകന്റെ ഉള്ളിലുള്ള മനുഷ്യൻ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്ന? അച്ഛാ പറയേ. ഗർഭത്തിൽ നീ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. നിനക്ക് ഹൃദയമെടുപ്പുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നീ ജനിച്ചപ്പോ ഇന്ന് ഞാൻ ചേർത്ത് പിടിച്ചത് നീ എന്റെ കുഞ്ഞായതുകൊണ്ടാണ്. ഇന്ന് ഈ സമൂഹം പറയുന്നത് കേട്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കണം. മോനെ, നിനക്കൊരു പെൺകുട്ടിയെ ജീവിക്കാനാണോ ആഗ്രഹം? അതാണോ നിന്റെ സന്തോഷം? എനിക്ക് കാണും പെണ്ണോ ആകണമെന്നില്ല. എനിക്ക് ഞാനായി ജീവിച്ചാ മതി. ഈ സമൂഹത്തെ ഭയമില്ലാതെ ജീവിച്ചാ മതി. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോ ഇന്ന് നോക്കി പുഞ്ചിരിക്കാൻ കഴിഞ്ഞാ മതി. ആളുകൾ പരിഹാസത്തോടെ നോക്കാതിരുന്നാ മതി. വഴിയിലൂടെ നടക്കുമ്പോ കൂവി വിളിക്കാതിരുന്നാ മതി. നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നാളെ നാട്ടുകാർ എന്നോട് ചോദിക്കും, നാണക്കേട്. ഇല്ല മനുഷ്യ, ഇവൻ നമ്മുടെ നാണക്കേടല്ല, നമ്മുടെ ചോരയാണ്. പക്ഷെ എനിക്ക് പേടിയാണ് ഈ സമൂഹത്തിൽ. അവരിവന് ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കും പേടിയാണമ്മേ. പക്ഷെ ആരോമായി വേഷമിട്ട് നിത്യവും ജീവിക്കുന്നത് മരണത്തെക്കാളേറെ വേദനയാണ്. എന്നെ ഞാനായി ജീവിക്കാൻ അനുവദിച്ചുകൂടെ? മോനെ ആദി, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോടാ. ഈ ലോകം ഇതെങ്ങോട്ടാണ്? മനസ്സിലാക്കേണ്ടത് എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്നില്ല. വെറുക്കാതിരുന്നൂടെ? ഒരു മനുഷ്യനായെങ്കിലും കണ്ടുകൂടെ? നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് പേടിയാണ് ഈ നാട്ടുകാരൻ. എനിക്കും പേടിയാണ് ഇവരെ. പക്ഷെ ഇവരെ പിടിച്ച് എന്നെ തന്നെ ഇല്ലാതാക്കാൻ ഇനി എനിക്ക് കഴിയില്ല അച്ഛാ. നമ്മുടെ മകന് നമ്മളല്ലാതെ പിന്നെ ആരാ? ശരിയാണ്, അതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു പക്ഷേമില്ല, ഇന്ന് നമ്മുടെ കുടുംബം ഈ സമൂഹത്തെ തോൽപ്പിക്കട്ടെ, അല്ലാതെ നമ്മുടെ കുഞ്ഞിനെ അല്ല. ശരിയാണ്, ഇനി ചികിത്സ വേണ്ടത് നമ്മുടെ നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്തകൾക്കും സമീപനങ്ങൾക്കുമാണ്, എന്റെ കുഞ്ഞിനല്ല. ചില സത്യങ്ങൾ തുറന്നു പറയുന്നത് ഈ സമൂഹത്തെ തകർക്കുകയൊന്നുമില്ല. പക്ഷേ
അത് മനുഷ്യർ കാലങ്ങളായി കെട്ടിയാടുന്ന വ്യാജമായ അഭിനയങ്ങളെ തകർത്തു കളയും. ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ സമൂഹത്തിൽ ഞാനില്ല. ഞാൻ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? ഒറ്റപ്പെട്ട മനുഷ്യർ ഒരിക്കലും പൂർണ്ണമായി ഒറ്റപ്പെട്ടവരല്ല. കാലങ്ങൾക്കപ്പുറം അവരുടെ വേദന പങ്കിടുന്ന ആത്മാക്കൾ ഉണ്ട്. ആദി, നീ ആദ്യത്തെ ആളല്ല. നിന്റെ മുമ്പും സ്വന്തം സ്വത്വത്തിനായി അപമാനിക്കപ്പെട്ടവർ ജീവിച്ചിരുന്നു. ആരാണ് എന്നെ കേൾക്കുന്നത്? ഈ കണ്ണാടി മുഖം മാത്രം കാണിക്കുന്നതല്ല, കാലങ്ങളുടെ മുറിവുകളും കാണിക്കുന്നു. നിന്റെ വേദന നിന്നേക്കാൾ പഴയതാണ്. അവരെന്നെ അസുരി എന്ന് വിളിച്ചു. കാരണം ഞാൻ അവരുടെ നിയമങ്ങൾ അനുസരിച്ചില്ല. നിങ്ങൾ ആരാണ്? ഞാൻ ഹിഡുംബി, കാടിന്റെ മകൾ, പ്രകൃതിയുടെ ശബ്ദം. അവരെന്നെ ഭയപ്പെട്ടു. അതുകൊണ്ട് അവരെന്നെ മനുഷ്യരിൽ നിന്നും വേർതിരിച്ചു. ഇവരും എന്നെ വേർതിരിച്ചു. അതെ, നിന്റെ മുറിവ് എന്റെ മുറിവിന്റെ തുടർച്ചയാണ്. സഭയിൽ എന്നെ ഒരു സ്ത്രീയായി കണ്ടില്ല, ഒരു മനുഷ്യനായി കണ്ടില്ല, വെറും വസ്തുവായി കണ്ടു. നിങ്ങൾ ദ്രൗപദിയാണ്. അതെ, ഇതിഹാസം എന്നെ ഓർക്കുന്നത് ഒരു സഭയുടെ അപമാനത്തിലൂടെയാണ്. എന്നാൽ ഞാൻ ഇവിടെ വന്നത് നിന്റെ കണ്ണുകളിൽ അതേ അപമാനം കണ്ടതുകൊണ്ടാണ്. എന്റെ കണ്ണുകളിൽ അതെ, ഒരു മനുഷ്യന്റെ ശരീരത്തിനുമേ മറ്റുള്ളവർ അവകാശം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകും. നിങ്ങൾ വേറെ കാലത്തിലുള്ളവരല്ലേ? എന്റെ അടുത്ത് എങ്ങനെ? കാലം വേറെയാകാം, പക്ഷെ വേദന ഒന്നു തന്നെ. അവരെന്നെ അപമാനിച്ചു, ഹിഡുംബി അവർ ഭയപ്പെട്ടു, നിന്നെ അവർ നിരസിച്ചു. പേരുകൾ മാറി, കാലം മാറി, പക്ഷെ സമൂഹത്തിന്റെ വിധി മാത്രം മാറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ തേടി വന്നതല്ല, നിന്റെ വേദന ഞങ്ങളെ വിളിച്ചു. എന്റെ വേദന അതെ, സ്വന്തം നിഷേധിക്കപ്പെട്ട ഓരോ ആത്മാവും ഈ കണ്ണാടിയിൽ പ്രതിധ്വനിക്കും. ഛായാമുഖി, മുഖം കാണിക്കുന്ന കണ്ണാടിയല്ല, കാലങ്ങളിലൂടെ മിണ്ടാതെ കേൾക്കുന്ന ശബ്ദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന വാതിലാണ്. സഭയിൽ എന്നെ നഗ്നയാക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വസ്ത്രം മാത്രമല്ല, ഒരു സ്ത്രീയുടെ അന്തസ്സും അവർ വലിച്ചു കീറി. അന്ന് കൃഷ്ണൻ വന്നു. ഇന്ന് ആദിയുടെ മുന്നിൽ ആരും വരുന്നില്ല. എന്തുകൊണ്ട്? ഇന്ന് ദൈവങ്ങൾ സംസാരിക്കുന്നില്ല. അല്ല, ഇന്ന് മനുഷ്യനാണ് ദൈവമാകേണ്ടത്. നിങ്ങൾ ഇതിഹാസങ്ങളിൽ ജീവിച്ചു, ഞാൻ വർത്തമാനത്തിൽ. പക്ഷെ നമ്മുടെ കണ്ണുനീരിന്റെ എന്റെ ഒരേ രുചി. കാരണം അപമാനത്തിന് കാലമില്ല, സ്വാതന്ത്ര്യത്തിന് ലിംഗമില്ല, മനുഷ്യത്വത്തിന് അതിരുകളില്ല. ആരാണ് സ്ത്രീ? ആരാണ് പുരുഷൻ? ആരാണ് തീരുമാനിക്കുന്നത്? ഗർഭം സ്ത്രീയുടേത്, ജീവിതം മനുഷ്യന്റെ. തീരുമാനം എന്റേത്. വലിയ കാര്യമാണ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാകാത്ത മനുഷ്യരെ ആദ്യം വിചിത്രർ എന്ന് വിളിക്കും, പിന്നെ തെറ്റുകാർ എന്ന് വിധിക്കും, അവസാനം അപകടം എന്ന് മുദ്രകുത്തും. എന്നാൽ സത്യം ഒരിക്കലും ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് മാറില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നത് അവൻ അല്ലെങ്കിൽ അവൾക്ക്
സ്വന്തം സ്വത്വത്തിൽ ഭയമില്ലാതെ ലജ്ജയില്ലാതെ ജീവിക്കുവാൻ കഴിയുക എന്നതാണ്. മറ്റുള്ളവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല. ഞാൻ എന്റെ വസ്ത്രം അഴിച്ചു വെക്കാൻ പോവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ ഓരോരുത്തരും എന്റെ കഥാപാത്രങ്ങൾ തീരുമാനിച്ചു. ഇനി എന്റെ ജീവിതത്തിന്റെ തിരക്കഥ ഞാൻ എഴുതും. ഞാനായി ജീവിക്കാൻ അനുവദിക്കൂ. ഈ സമൂഹത്തെ ഞാൻ ഭയന്നു. ഇന്ന് എനിക്ക് മനസ്സിലായി, എന്റെ മകനെ നഷ്ടപ്പെട്ടിട്ടില്ല, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. നീ ഒറ്റയ്ക്കിരുന്ന് കരുതിരുന്ന രാത്രികളിൽ നിന്നെ കാണാൻ എനിക്ക് സാധിച്ചില്ല. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു. അമ്മേ, നിങ്ങളെ നഷ്ടപ്പെടരുത് എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് വ്യക്തമായി ഞാൻ എന്നെ തന്നെയായിരുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി നീ അമ്മയ്ക്കല്ല,
അവരോട് ഞാൻ വിളിച്ചു പറയും, ഇതെന്റെ മകളാണ്, എന്റെ അഭിമാനമാണ്. ഞങ്ങളെ പഠിപ്പിക്കൂ മുഖംമൂടിയില്ലാതെ ജീവിക്കാൻ. സ്നേഹമാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശക്തി. ഉള്ളിലുള്ള സത്യം ഒരു നാൾ പുറത്തു വരാതിരിക്കില്ല. ആ സത്യത്തെ കണ്ടില്ലെങ്കിൽ പിന്നെ അതെന്ത് പ്രയോജനം? ചില കണ്ണാടികൾ ഇപ്പോഴും കള്ളം പറയില്ല. ഉള്ളിലെ സത്യം മാത്രം വിളിച്ചു പറയുന്ന ഈ ഛായാമുഖി ഇവിടെ തന്നെയുണ്ട്. നിങ്ങളെയൊക്കെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നിങ്ങളുടെ മുഖംമൂടികൾ അഴിച്ചു വെക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്?